ചങ്ങായിമാരെ, ഇന്നത്തെ ഹർത്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്നലെ വരെ പറഞ്ഞത് ഹർത്താൽ ആഹ്വാനം ചെയ്തവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ തടയില്ല, അത്യാവശ്യ സർവീസുകളൊക്കെ കടത്തിവിടും, കടകളടപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നലെ പറഞ്ഞത്. രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് അനുകൂലികളൊക്കെ ഇറങ്ങിയിട്ട് വണ്ടി പിടിച്ചു വെക്കലും ബസ് പിടിച്ചു വെക്കലും യാത്രക്കാരെ പോകാൻ അനുവദിക്കാത്തതും അതേപോലെ തന്നെ എന്താ പറയണ്ടേ കടകളൊക്കെ അടപ്പിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ ഏതിലെങ്കിലും ഒന്നിൽ ഉറച്ചു വെക്കണം. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ പറയണ്ടേ, ഒരു കുട്ടി മരിച്ചുപോയി, അത് ഓക്കെ. പക്ഷേ ആ കുട്ടിയുടെ മരണത്തിന് കാരണമായ പ്രതികളെ അറസ്റ്റ് ചെയ്യാണ്ട് ഒരുപാട് എന്താ പറയണ്ടേ എന്താ പറയണ്ടേ അവരെ കോടതിയിൽ ഹാജരാക്കുന്നു, ജാമ്യത്തിൽ വിടുന്നു. അതൊക്കെ എന്താ പറയണ്ടേ മറ്റുള്ളവർ മൊത്തം ജനങ്ങൾ മൊത്തം മണ്ടന്മാരാക്കുന്നു, ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ ഈ പ്രതികൾ ഇങ്ങനെ രക്ഷപ്പെടുന്നു. അതെന്ന് വെച്ചാൽ ഒരാൾ ഒളിവിൽ പോയിട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മറ്റു പല എന്തെങ്കിലും ആണെങ്കിൽ എപ്പം പിടിച്ചിട്ടുണ്ടാവും. ആ ഒരു കുട്ടി വളരെ ആഗ്രഹത്തോടു കൂടി പഠിച്ച് ഒരു ഡോക്ടറാവാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ആ ഒരു കോളേജിൽ ചേർന്നത്. ജാതിയുടെയും എന്താ പറയണ്ടേ നിറത്തിൻ്റെയും പേരിൽ ആ കുട്ടിയെ മാനസികമായി തളർത്തിയിട്ട് ആത്മഹത്യയുടെ വക്കിലെത്തിച്ചത് അവർ മാത്രമാണ്, കോളേജ് അധികൃതർ മാത്രമാണ്. അപ്പോൾ അധികൃതർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹോൾഡുള്ളവരായി തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഇവർ ഹർത്താൽ വെച്ചതിലും എന്താ പറയണ്ടേ ഹർത്താൽ വെച്ചത് കൊണ്ട് എന്ത് ഗുണം? ജനങ്ങളുടെ ഒരു ദിവസത്തെ ബുദ്ധിമുട്ട് ജനങ്ങൾ അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നേരത്തെ കണ്ടൊരു ന്യൂസിൽ ഒരു അമ്മയും ചെറിയ കുട്ടീനെയും ഒക്കെ തെറി വിളിക്കുന്നൊരവസ്ഥ. എന്തിനും അനുകൂലികൾ നിങ്ങളിങ്ങനെ തെറി വിളിച്ചുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു ഗുണം വേണം. എന്ന് വെച്ചാൽ എന്തെങ്കിലും അതിനൊരു റിസൾട്ട് വേണം. ഒരു ഹർത്താൽ നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിനൊരു റിസൾട്ട് വേണം. ആ നിതിൻ രാജിൻ്റെ ആ കുട്ടിയുടെ കുടുംബത്തിന് നീതി കൊടുക്കണം. അതിന് ഈ ഹർത്താൽ വെച്ചിട്ടൊന്നും കാര്യമില്ല. എന്ന് വെച്ചാൽ ആ പ്രതികളെ ശിക്ഷിച്ചാൽ മാത്രമേ ആ കുടുംബത്തിന് നീതി കിട്ടിയതായിട്ട് ഉറപ്പ് വരും. അല്ലാണ്ട് ഒരിക്കലും എന്നാ പറയണ്ടേ ഇത് വെച്ചത് കൊണ്ടോ ജനങ്ങളെ തടഞ്ഞുകൊണ്ടോ ജനങ്ങളുടെ വണ്ടി പിടിച്ചു വെച്ചുകൊണ്ടോ കടകൾ അടച്ചത് കൊണ്ടോ ഒന്നും കാര്യമില്ല. കറക്റ്റായിട്ട് ഒരു കാര്യം പറഞ്ഞതാണ്. ഇന്ന് തന്നെ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. നിങ്ങൾ ആ ഹർത്താൽ എന്ന് വെച്ചാൽ വണ്ടി ഒന്നുകിൽ പറഞ്ഞത് ഏതാണെന്ന് വെച്ചാൽ പറയുന്നത് കറക്റ്റായിട്ട് പ്രവർത്തിക്കുക. ഇന്നലെ എല്ലാ വണ്ടികളെയും കടത്തിവിടും, സമാധാനപരമാണെന്ന് പറഞ്ഞിട്ട് ഇന്നെന്നാ അവർ ചെയ്ത് കൂട്ടീനി. അതൊക്കെയല്ലേ നിങ്ങൾക്കിതൊരു അവസ്ഥ. ഒരു ഹർത്താലിന് നിങ്ങളെവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങളെ പിടിച്ചു വെച്ചാൽ മനസ്സിലാവും. അതിൻ്റെ ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും.